ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എന്ത് പറയാനാ, എന്നാലും രേണുസുധിയുടെ ഫാൻസ് എല്ലാം എന്ത് വിവരദോഷികളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നവരെ ഇങ്ങനെ തെറി വിളിക്കുന്നത്? അപ്പൊ രേണുവിനേക്കാളും തരം താഴ്ന്നതാണോ രേണുവിന്റെ ഫാൻസ്? ശരിയായിരിക്കും, കാരണം രേണുവിനെ എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അപ്പം ആ ഒരു ക്വാളിറ്റി അല്ലേ രേണുവിന്റെ ഫാൻസുകാർക്കും കാണത്തുള്ളൂ. അതാണ് നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടുവരുന്നത്. ഇത്രത്തോളം തരം താഴരുത്. അറ്റ്ലീസ്റ്റ് ചിന്തിക്കുക, എന്താണ് രേണുവിനെ കുറിച്ച് ഓരോരുത്തരും പറയുന്നതെന്ന് ചിന്തിക്കുക. ആർക്കും വെറുതെ ഒരാളുടെ ലൈഫിൽ കയറി കൈയുടെ കടത്തേണ്ട ഒരു ആവശ്യവുമില്ല. രേണുസുധി പബ്ലിക്കിൽ വന്ന് കാണിച്ചു കൂട്ടുന്നതിനാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. അത് ഓരോരുത്തർക്കും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ വീഡിയോ ആയിട്ട് ഇടുന്നു. അത് നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ചൊറിയേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടു. എന്താ, നീ എവിടെ ഇരിക്കുന്നു, രേണുസുധി എവിടെ ഇരിക്കുന്നു? രേണുസുധി എവിടെ ഇരിക്കുന്നു? രേണുസുധി ബിഗ് ബോസിൽ ഇരിക്കുന്നു. അവിടെ നിന്ന് എന്ത് കാണിക്കുന്നു? കുറെ വിധവാക്കാർഡും കുറെ സ്ത്രീകൾക്ക് വേണ്ടി പോയെന്നും വിധവകൾക്ക് വേണ്ടി പോയെന്നും പിന്നെ കിച്ചുവിനെ എന്താ ഇപ്പം ഇന്നലത്തെ ഇത് കണ്ടല്ലോ, കിച്ചുവിനെ കുറിച്ച് ഓർത്ത് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പുറത്ത് നിന്നപ്പോൾ, വീട്ടിലുണ്ടായിരുന്നപ്പോൾ കാണിക്കാത്ത സ്നേഹം ബിഗ് ബോസിനകത്ത് പോയപ്പോൾ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് രേണുവിന്റെ മൈൻഡ് ഗെയിം. അങ്ങനെയാണോ? ഗെയിം കളിക്കാൻ പോയി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, രേണു ബിഗ് ബോസ് വരെ എത്തിയെങ്കിൽ അവിടെ നിന്ന് ഗെയിം കളിക്കണം. എന്തിന് അവിടെ നിന്നുകൊണ്ട് കുറെ സെന്റിമെന്റൽ വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നു? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വോട്ട് ചോദിച്ചുകൊണ്ട് വീഡിയോ വരെ എടുത്തു വെച്ചിട്ട് പോയി. ഇതാണോ? കളിച്ച് ജയിക്കാൻ വേണ്ടിയല്ലേ പോയതപ്പം? അപ്പം കുറെ PR-നെ ഇറക്കി, കുറെ കുടുംബക്കാരെ ഇറക്കി വോട്ട് ചോദിച്ച് യാചിച്ചല്ല ജയിക്കേണ്ടത്. അവനവന്റെ കഴിവ് കൊണ്ട് ജയിക്കണം. അതാണ് വിജയം. എന്ത് ഇൻഫ്ലുവൻസ് ആണ് രേണു അതിനകത്ത് പോയി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ഇത്രയും കിടന്ന് മറ്റുള്ളവരെ തെറി വിളിക്കാൻ വേണ്ടി ആദ്യം ചിന്തിക്ക്, മനസ്സിലാക്കും. അല്ലാതെ വീഡിയോ ഇടുന്നവരെ വന്നിരുന്ന് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ വിളിക്കുന്നവർ അവിടെ കിടന്ന് വിളിക്കും. നിങ്ങളുടെ കൾച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ ഇതിലൂടെ കമന്റ്സിലൂടെ കാണിക്കുന്നു. നമ്മൾ വീഡിയോ ഇടുന്നു, നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളും ഞങ്ങളും ഈ വീഡിയോ ഇടുന്നവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ വീഡിയോ ഇടുന്നവര് രേണു കാണിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ കമന്റ് ബോക്സിൽ വന്നിരുന്നുകൊണ്ട് മെഴുകുന്നവരോ ഒന്നും അറിയാതെ രേണുവിന് എന്ത് കാണിച്ചാലും ഒരാളെ കൊന്നാൽ പോലും സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണ് ഓരോരുത്തരുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. നല്ലതാ, ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ലോകത്ത് വേറെ വിധവകളില്ല. അവര് മക്കളെ വളർത്തുന്നില്ല. അവര് കഷ്ടപ്പെട്ട് അല്ല മക്കളെ വളർത്തുന്നത്. അവരാരും എന്താണ് പറയുന്നത്, രേണു മാത്രമേ ഉള്ളൂ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത്. മറ്റുള്ളവരെല്ലാം, ഈ വിധവകളെല്ലാം ഇതുപോലെ രേണുവിനെ പോലെ കുറെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയാണോ മക്കളെ വളർത്തുന്നത്? വെറുതെ എന്തിനാണ്? കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറും. ഇല്ലെന്നുണ്ടെങ്കിൽ വായും വെച്ചോണ്ട് മിണ്ടാതെ. മനസ്സിലായില്ലേ? വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മറുപടി പറയുകയും തന്നെ ചെയ്യും. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇപ്പൊ കണ്ടില്ലേ, ബിഗ് ബോസിൽ കിടന്ന് കരഞ്ഞു മെഴുകുന്നു വോട്ടിന് വേണ്ടി. പക്ഷെ ഗെയിം കളിക്കാൻ വയ്യ. ഗെയിം കളിക്കാൻ വയ്യാത്തവരെന്തിനു പോയി? ആരെ കാണിക്കാൻ പോയി? ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൽ പോയി പിന്നെ കുറെ പേര് കേട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അന്തസ്സായിട്ട് കളിച്ച് ജയിച്ചു വാ. എന്താ ഇവിടെ മീഡിയക്കാർ കുറേ കൊണ്ടുനടന്ന് കുത്തിക്കൊണ്ടിടന്നുള്ള നെഗറ്റീവ് എല്ലാം പബ്ലിസിറ്റി ആക്കി പബ്ലിക്കാക്കി കുറെ റീച്ച് ഉണ്ടാക്കി എടുത്തതുപോലെ അവിടെ ചെന്നിട്ടും കാണിക്കാമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. അതിനാണല്ലോ PR നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. നല്ലതാ. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ.